നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള ടാർഗറ്റ് 2024 സെഷനിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി 2023 വരെ നടന്ന ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ഓൾ ഇന്ത്യ കോട്ട വഴി ഇന്ത്യയിലെ വിവിധ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ എത്ര മാർക്ക് അല്ലെങ്കിൽ എത്ര റാങ്കിനാണ് ഗവൺമെൻറ് മേഖലയിൽ MBBS കിട്ടുന്നതെന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. എയിംസ് മെഡിക്കൽ കോളേജുകളിൽ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും എത്ര റാങ്കാണ് മാർക്കാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കി. ജിപ്മറിൽ നമ്മൾ നോക്കി. ESI മെഡിക്കൽ കോളേജുകളിൽ ESI IP വാർഡായിട്ടാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് എന്തായിരിക്കണമെന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. കഴിഞ്ഞ ദിവസം AFMCയിൽ നമ്മളുടെ അഡ്മിഷൻ പൂർത്തിയാക്കണമെങ്കിൽ എത്രത്തോളം ശ്രദ്ധയോടുകൂടി നീറ്റ് 2024 കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പരിശോധിച്ചു. നീറ്റ് 2024 വഴി നമ്മളുടെ ഈ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയുള്ള ഡീംഡ് കോളേജുകൾ ഒഴികെയുള്ള എല്ലാ കോളേജുകളുടെയും റാങ്കിനെയും മാർക്കിനെയും നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് കേരളത്തിലോട്ട് ശ്രദ്ധ തിരിക്കാം. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളുമുണ്ട്, സ്വകാര്യ മേഖലയിലുള്ള കോളേജുകളുമുണ്ട്, മെഡിക്കൽ കോളേജുകൾ. അതിൽ ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളിൽ നമുക്കൊരു പ്രവേശനം കിട്ടണമെങ്കിൽ ഏത് രീതിയിലായിരിക്കണം നാം ഇനിയുള്ള സമയത്തിനെ നന്നായി വിനിയോഗിക്കേണ്ടതെന്നുള്ളതാണല്ലോ നമുക്കറിയേണ്ടത്. 2023 അതായത് കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ തലത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിലെ കോളേജുകളിൽ ഏതൊക്കെ റാങ്കിനാണ് മാർക്കിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കേരളൈറ്റായിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയ അതിൻ്റെ റാങ്കും മാർക്കുമാണ് അവലോകനം ചെയ്യുന്നത്. ഇനി നമ്മൾ എത്രത്തോളം കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള MBBS സീറ്റ് കിട്ടുമെന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ നമുക്കറിയാം 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് നിലവിലുള്ളത്. 1-2 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ കൂടി അംഗീകാരം കിട്ടാനുള്ള സാധ്യത അടുത്ത വർഷം ഉണ്ട് താനും. ഇവിടെ സീറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് മെറിറ്റ്, അതായത് യാതൊരുവിധ റിസർവേഷനും നോക്കാതെ ഓപ്പൺ വിഭാഗത്തിൽ ഈ 12 കോളേജുകളുടെയും 50% സീറ്റുകളാണ് ആദ്യം കേരള മെഡിക്കൽ റാങ്ക് വെച്ച് അലോട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ കുട്ടികൾക്കും ഭരണഘടന അനുശാസിക്കുന്ന റിസർവേഷൻ അനുസരിച്ചുള്ള സീറ്റുകളും ഉണ്ടാവും. ഈഴവ റിസർവേഷൻ, മുസ്ലിം റിസർവേഷൻ, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, വിശ്വകർമ്മ, ധീവര വിഭാഗം, ലാറ്റിൻ കാത്തലിക്സ്, അതുപോലെ തന്നെ KU വിഭാഗം, KN വിഭാഗം, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗം, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം, അതുകൂടാതെ ഏതാണ്ട് 20 മുകളിൽ സ്പെഷ്യൽ റിസർവേഷനുകൾ, EWS റിസർവേഷന്, എക്സ് സർവീസ്മെൻ റിസർവേഷന്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, NCC കോട്ട, അങ്ങനെയുള്ള പലവിധ റിസർവേഷൻ അനുസരിച്ചാണ് കേരളത്തിലെ മെഡിക്കൽ സീറ്റുകൾ കേരള എൻട്രൻസ് കമ്മീഷൻ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. 2024 മുതൽ ഏകീകൃത അലോട്ട്മെൻറ്റ് സിസ്റ്റം നിലവിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്ന സീറ്റുകളും അതിൻ്റെ റാങ്കിങ്ങിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. പല വെബ്സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരൊറ്റ വെബ്സൈറ്റിലൂടെ നമുക്ക് എല്ലാ കോളേജുകളിലേക്കും ഓപ്ഷൻ കൊടുക്കാം എന്നുള്ള ഒരു പ്രയോജനം മാത്രമാണ് ഏകീകൃത കൗൺസിലിംഗ് വഴി ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഓപ്പൺ വിഭാഗത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ യാതൊരുവിധ റിസർവേഷനും നോക്കാതെ ഓരോ കുട്ടികളുടെയും ചോയ്സിൻ്റെ ആദ്യത്തെ കോളേജ് ഉൾപ്പെടെയുള്ളത് സ്റ്റേറ്റ് മെറിറ്റിലാണ് നോക്കുന്നത്. നമ്മൾ 10 കോളേജുകൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കോളേജിൽ നമുക്ക് റിസർവേഷൻ നോക്കാതെ സ്റ്റേറ്റ് മെറിറ്റിൽ തരാമോ എന്നാണ് നോക്കുന്നത്. അതിനുശേഷമാണ് ആ കോളേജ് തന്നെ റിസർവേഷൻ വിഭാഗത്തിൽ തരാമോ എന്ന് പരിശോധിക്കുന്നത്. അതിനുശേഷം അതിൽ തരാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലും റിസർവേഷൻ കാറ്റഗറിയിലും തരാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ് മെറിറ്റിൽ തരാമോ എന്ന് നോക്കും. അവിടെയും സ്റ്റേറ്റ് മെറിറ്റിൽ തന്നില്ലെങ്കിൽ റിസർവേഷൻ പരിഗണിക്കും.
അവിടെയും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തത് സ്റ്റേറ്റ് മെറിറ്റിൽ തരാമോ എന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് ഓർഡറിൽ ഒന്നാമത്തെ കോളേജ് മുതൽ താഴോട്ടുള്ള കോളേജുകൾ പരിഗണിക്കുന്നത്. ആദ്യം വരുന്ന വേക്കൻസി നമുക്ക് നൽകുകയും ചെയ്യും. സ്റ്റേറ്റ് മെറിറ്റിലാവട്ടെ റിസർവേഷൻ വിഭാഗത്തിലാവട്ടെ ആദ്യം വരുന്ന വേക്കൻസി നമുക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ സ്റ്റേറ്റ് മെറിറ്റിൽ 50% സീറ്റുകളാണ് എല്ലാ കോളേജുകളിലും ഉള്ളത്. ആകെ 1755 ഗവൺമെൻറ് MBBS സീറ്റുകളാണ് കേരളത്തിൽ 12 കോളേജുകളിലായിട്ടുള്ളത്. ഈ 12 കോളേജുകളിലും നമുക്കറിയാം 15% സീറ്റുകളെ ഓൾ ഇന്ത്യ കോട്ട MBBS സീറ്റുകൾ എന്നുള്ളത് വിഭാവനം ചെയ്തിരിക്കുന്നു. അതായത് 261 ഗവൺമെൻറ് MBBS സീറ്റുകൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി കേരളത്തിലെ കുട്ടികൾക്കും കേരളത്തിന് പുറത്ത് മറ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഇന്ത്യയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് 261 MBBS സീറ്റുകൾ. 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകൾ. ബാക്കിയുള്ള സീറ്റുകളിൽ 1755 ഈ 15% കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സീറ്റുകളുടെ 50% സീറ്റുകളാണ് യാതൊരുവിധ റിസർവേഷനും നോക്കാതെ ഓപ്പൺ വിഭാഗം അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ ജനറൽ വിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കിട്ടുന്നത്. ഈ സീറ്റുകളിലാണ് നമുക്ക് ഇന്ന് എത്ര റാങ്കിനും എത്ര മാർക്കിനുമാണ് കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളിൽ ലഭ്യമായെന്നുള്ളത് പരിശോധിക്കാം. കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കിയാണ് ഈ 85% സീറ്റുകളും ഫില്ല് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരും നീറ്റിന് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായിട്ടുള്ള ce.kerala.gov.in എന്ന എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലും മെഡിക്കലിന് വേണ്ടി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കേരളൈറ്റ് ആയിട്ടുള്ള, അതായത് കേരളത്തിലെ കോളേജുകളിൽ പ്രവേശനത്തിന് അർഹരായിട്ടുള്ളവരെ കണ്ടുപിടിക്കുന്നതിനും കേരളത്തിലെ കോളേജുകളിലെ 85% സീറ്റുകളും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ, കാരണം ഇവിടെ റിസർവേഷൻ്റെ രീതികൾ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തവുമാണ്. അങ്ങനെ റിസർവേഷൻ ഉൾപ്പെടെയുള്ളത് കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അലോട്ട് ചെയ്യുന്നതിനാണ് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നതും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും. അങ്ങനെ നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ളവരുടെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ്, കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് കേരള എൻട്രൻസ് കമ്മീഷണർ കേരള മെഡിക്കൽ പ്രവേശനം, അത് MBBS, BDS, അഗ്രികൾച്ചർ വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, അങ്ങനെ 13 മെഡിക്കൽ കോഴ്സുകൾക്കും നാളെ ഇതുവരെയും പ്രവേശനം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ 2024 മുതൽ ഓരോരുത്തരും പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണമെങ്കിൽ പോലും അലോട്ട്മെൻറ്റ് ഏകീകൃതമായിരിക്കും. അതായത് നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ കേരള മെഡിക്കലിനും അപേക്ഷിക്കേണ്ടതായി വരും. എന്നാൽ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഓപ്ഷൻ കൊടുക്കുന്നത് ഒരൊറ്റ വെബ്സൈറ്റ് വഴിയാണ്. അങ്ങനെ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് ഏകീകൃത അലോട്ട്മെൻറ്റ് ആയിരിക്കുമെന്നുള്ളതും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMCയുടെ നേതൃത്വത്തിലായിരിക്കും പരീക്ഷയും അലോട്ട്മെൻറ്റും എന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് ഏകീകൃതമാണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ ഓരോ വിദ്യാർത്ഥിയും 2024 നീറ്റിന് ലക്ഷ്യം വെക്കേണ്ട മാർക്കിനും കേരള മെഡിക്കൽ റാങ്കിനും വലിയ മാറ്റങ്ങൾ മുൻ വർഷങ്ങളിൽ നിന്നും ഉണ്ടാവില്ല. അലോട്ട്മെൻറ്റ് മാത്രമേ ഏകീകൃതമാകുന്നുള്ളൂ. ഓരോ കുട്ടിക്കും ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ യാതൊരുവിധ വ്യത്യാസവും വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓരോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും കഴിഞ്ഞ വർഷം നടന്ന അലോട്ട്മെൻറ്റിൽ ലഭിച്ച കേരള മെഡിക്കൽ റാങ്കിനെയും നീറ്റ് മാർക്കിനെയുമാണ് നാം ഇവിടെ അപഗ്രഥിക്കുന്നത്. ഇന്ന് സ്റ്റേറ്റ് മെറിറ്റ് ഓപ്പൺ കോട്ടയിലാണെന്ന് മാത്രം. മറ്റൊരു എപ്പിസോഡിൽ ഈഴവ റിസർവേഷൻ മാത്രമായും അതിനുശേഷം മുസ്ലിം റിസർവേഷൻ മാത്രമായും മറ്റൊരവസരത്തിൽ ഓരോ റിസർവേഷനും EWS ഉൾപ്പെടെയുള്ള എല്ലാ റിസർവേഷനുകളെയും പ്രത്യേകം വീഡിയോയിലൂടെ തന്നെ നമുക്ക്
അപഗ്രഥിക്കാം. ഇന്ന് 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും സ്റ്റേറ്റ് മെറിറ്റിൽ, അതായത് യാതൊരുവിധ റിസർവേഷനും നോക്കാതെ കേരള മെഡിക്കൽ റാങ്ക് മാത്രം അടിസ്ഥാനപ്പെടുത്തി 4 റൗണ്ടിലും ലഭിച്ച അലോട്ട്മെൻറ്റാണ് ചർച്ച ചെയ്യുന്നത്. റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി ഇത് കോളേജുകളെ തരംതിരിക്കാനല്ല, ഒരു കോളേജും നല്ലതെന്നോ മോശമെന്നോ പറയാനായിട്ടല്ല. എല്ലാ കോളേജുകളിലും ഒരേ വാല്യൂ ഉള്ള ഒരേ MBBS സീറ്റുകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നതും. എന്നിരുന്നാലും ഇനിയുള്ള സമയം എത്രത്തോളം നാം തയ്യാറെടുക്കണം, നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നമ്മുടെ അടുത്തുള്ള കോളേജുകളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ നാം എത്രത്തോളം തയ്യാറെടുക്കണം എന്നതിന് മാത്രമാണ് ഇവിടെ പ്രസക്തി. ചില കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് കാണിക്കുന്നുമില്ല. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഈ വീഡിയോ ചെയ്യുന്നത്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. 12 കോളേജുകളിൽ ചില കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കുട്ടികളെ അലോട്ട് ചെയ്യുന്നില്ല എന്ന് കാണാം. അതിൻ്റെ കാരണം ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയുടെ ഇത്ര ശതമാനം സീറ്റ് പ്രവേശനം നടത്തണം എന്ന നിബന്ധനയില്ല. ഓരോ കോളേജുകളിലും സ്റ്റേറ്റ് മെറിറ്റിൽ ഈഴവ റിസർവേഷൻ, മുസ്ലിം റിസർവേഷൻ, EWS, SC ST ഇങ്ങനെ ഓരോ കോളേജിലും ഇത്ര ശതമാനം സീറ്റുകൾ വേണമെന്നല്ല. പകരം ആകെയുള്ള ഗവൺമെൻറ് സീറ്റുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് ഈഴവ, മുസ്ലിം, SC ST അങ്ങനെ ഏതൊക്കെ റിസർവേഷൻ ഉണ്ടോ അതിൽ മൊത്തം സീറ്റുകളിലും ഇത്ര ശതമാനത്തിനും ഓരോ വിഭാഗത്തിനും ലഭിച്ചിരിക്കണമെന്ന നിബന്ധന മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ കുട്ടികൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് കോളേജുകളുടെ പ്രിഫറൻസ് ലിസ്റ്റ് സമർപ്പിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് മേഖലയിൽ വളരെ കുറച്ച് കോളേജുകൾ മാത്രം ഉള്ളതുകൊണ്ടും നാളിതുവരെയും എല്ലാ കുട്ടികളും തന്നെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്നത്. അതുകൊണ്ട് ചില കോളേജുകളിൽ കൂടുതൽ കുട്ടികൾ റിസർവേഷൻ ഇല്ലാത്തവരും ചില കോളേജുകളിൽ എല്ലാവരും റിസർവേഷൻ വിഭാഗത്തിലുള്ളവരായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ഇല്ല എന്നോ മറ്റൊരു കോളേജിൽ എല്ലാവരും റിസർവേഷൻ സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല. അത് പ്രിഫറൻസ് ഓർഡർ എല്ലാവരും ഏകദേശം ഒരുപോലെ കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് മാത്രമാണ്. കേരളത്തിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് നിലവിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ കോളേജുകളിലെയും ടോട്ടൽ സീറ്റുകളുടെ എണ്ണം കൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യം TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ 175 സീറ്റുകൾ, എറണാകുളം 110 സീറ്റുകൾ, കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 250 സീറ്റുകൾ, കൊല്ലം പാരിപ്പള്ളി 110, കണ്ണൂർ പരിയാരം 100, കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 175, മഞ്ചേരി മലപ്പുറം 110, പാലക്കാട് 100, തൃശ്ശൂർ 175, തിരുവനന്തപുരം 250, ഇടുക്കി 100, കോന്നി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 100. അങ്ങനെ മൊത്തം 1755 ഗവൺമെൻറ് MBBS സീറ്റുകളാണ് നിലവിലുള്ളത്. ഓൾ ഇന്ത്യ കോട്ട വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 37 സീറ്റുകളും, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 26 സീറ്റുകളും, കോട്ടയം മെഡിക്കൽ കോളേജിൽ 26 സീറ്റുകളും, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 26 സീറ്റുകളും, കോഴിക്കോട് 37 സീറ്റുകൾ, മലപ്പുറത്ത് 16 സീറ്റുകൾ, എറണാകുളത്ത് 17 സീറ്റുകൾ, പാലക്കാട് 15 സീറ്റുകൾ, കൊല്ലത്ത് 16 സീറ്റുകൾ, പരിയാരം 15 സീറ്റുകൾ, ഇടുക്കി 15 സീറ്റുകൾ, കോന്നി മെഡിക്കൽ കോളേജിലും 15 MBBS സീറ്റുകൾ. അങ്ങനെ മൊത്തം 261 MBBS സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ട വഴി mcc.nic.in എന്ന വെബ്സൈറ്റിൽ അലോട്ട് ചെയ്യാനായി നീക്കിവെക്കുന്നത്. മൊത്തം കോളേജുകളിലും ആകെയുള്ള സീറ്റുകളുടെ 50% സീറ്റുകളാണ് സ്റ്റേറ്റ് മെറിറ്റ് SM എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10% സീറ്റുകൾ EWS കാറ്റഗറിയിലും 30% സീറ്റുകളാണ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ്, ധീവര, വിശ്വകർമ്മ, അതുപോലെ KN, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, KU എന്നീ വിവിധ വിഭാഗങ്ങൾക്കായി 30% സീറ്റുകളാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന
നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിൻ്റെ അനുസൃതമായി അലോട്ട് ചെയ്യപ്പെടുന്നത്. EWS റിസർവേഷനും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന് അടിസ്ഥാനപ്പെടുത്തിയാണ് 10% സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. SC ST വിഭാഗത്തിനാണ് ബാക്കിയുള്ള 10% സീറ്റുകൾ. അതിൽ SC വിഭാഗത്തിന് 8%, ST വിഭാഗത്തിന് 2%. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും 50% സീറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ്. നീറ്റ് 2023 ഓരോ കുട്ടികൾക്കും ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരളൈറ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി 4 റൗണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് വഴിയാണ് സീറ്റുകൾ ഫില്ല് ചെയ്തത്. അതിൽ ആദ്യ റൗണ്ടിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 214 കേരള മെഡിക്കൽ റാങ്കിന് സ്റ്റേറ്റ് മെറിറ്റിൽ അലോട്ട്മെൻറ്റ് അവസാനിച്ചു. 670 മാർക്കായിരുന്നു 214 റാങ്കുകാരന് ലഭിച്ചത്. രണ്ടാമത്തെ റൗണ്ടിൽ അത് 261 കേരള മെഡിക്കൽ റാങ്ക് വരെയും 666 മാർക്ക്. മൂന്നാമത്തെ റൗണ്ടിൽ 265 കേരള മെഡിക്കൽ റാങ്ക്, അതായത് 666 മാർക്ക് തന്നെ. അതുകൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റിലുള്ള MBBS പ്രവേശനം അവസാനിച്ചു. കോഴിക്കോട് ഗവൺമെൻറ് MBBS സീറ്റ് ഓപ്പൺ വിഭാഗത്തിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം 666 മാർക്കിന് മുകളിൽ മേടിച്ചവർക്കാണ് ലഭിച്ചതെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആദ്യ റൗണ്ടിൽ കേരള മെഡിക്കൽ റാങ്ക് 281 665 മാർക്കും, രണ്ടാമത്തെ റൗണ്ടിൽ 368 കേരള മെഡിക്കൽ റാങ്ക് 661 മാർക്കും, മൂന്നാമത്തെ റൗണ്ടിൽ 660 മാർക്ക് 380 വരെയുമാണ് ലഭിച്ചത്. നാലാമത്തെ റൗണ്ടിൽ പല കോളേജുകളിലും വലിയ ഉയർന്ന റാങ്കും മാർക്കും കാണാമെങ്കിലും അത് PWD വിഭാഗത്തിൽ 35ഓളം സീറ്റുകൾ ഒഴിവ് വരികയും നിലവിൽ ഏതെങ്കിലും ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ കുട്ടികളെ പ്രവേശിപ്പിച്ചത് കാരണം അവർക്ക് ആ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്ക് ഈ കോളേജിൽ നാലാമത്തെ റൗണ്ടിൽ പ്രവേശനം ലഭിച്ചത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ടാർഗറ്റായി കണക്കാക്കരുത്. മൂന്നാമത്തെ റൗണ്ട് വരെയെങ്കിലും കിട്ടിയ റാങ്കിനെയോ മാർക്കിനെയോ മാത്രമേ നിങ്ങൾ ലക്ഷ്യമായി കണക്കാക്കാവൂ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ആദ്യ റൗണ്ടിൽ 413 കേരള മെഡിക്കൽ റാങ്ക് 658 മാർക്ക്, രണ്ടാമത്തെ റൗണ്ടിൽ 538 റാങ്ക് മാർക്ക് 653, മൂന്നാമത്തെ റൗണ്ടിൽ 652 മാർക്ക് വരെ 569 കേരള മെഡിക്കൽ റാങ്കിന് പ്രവേശനം അവസാനിച്ചു. അപ്പോൾ തിരുവനന്തപുരമാണ് നിങ്ങളുടെ ടാർഗറ്റെങ്കിൽ 660 മുകളിലും, കോട്ടയമാണെങ്കിൽ 650 മുകളിലും മേടിച്ചാൽ മാത്രമേ ഓപ്പൺ വിഭാഗത്തിൽ മുൻ വർഷത്തിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ളൂ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആദ്യ റൗണ്ടിൽ 479 റാങ്ക് 656 മാർക്ക്, രണ്ടാമത്തെ റൗണ്ടിൽ 587 651 മാർക്കും, മൂന്നാമത്തെ റൗണ്ട് എത്തിയപ്പോൾ 619 റാങ്കും 650 മാർക്കും. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 641 ആയിരുന്നു കേരള മെഡിക്കൽ റാങ്ക്. അതുപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ടിലെത്തിയപ്പോഴേക്കും 760, മൂന്നാമത്തെ റൗണ്ടിലെത്തിയപ്പോൾ 837, 640 മാർക്കിന് മുകളിലാണ് ആലപ്പുഴയിൽ ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചതെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തം. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആദ്യ റൗണ്ടിൽ 679 റാങ്കും, രണ്ടാമത്തെ റൗണ്ടിൽ 800 കേരള മെഡിക്കൽ റാങ്കും, അവസാന ഘട്ടത്തിൽ നാലാമത്തെ റൗണ്ടിൽ വേക്കൻസികൾ PWD വിഭാഗത്തിൽ ഒഴിവ് വന്നപ്പോൾ മാത്രം 610 മാർക്കിന് മുകളിൽ 1866 വരെ ലഭിച്ചു എന്നുള്ളത് ഇതിൽ കാണാം. എങ്കിലും നിങ്ങൾ ടാർഗറ്റായി മനസ്സിലാക്കേണ്ടത് 640 മാർക്കിന് മുകളിലെങ്കിലും മേടിച്ചവർക്കാണ് ഈ വിഭാഗത്തിൽ കൊല്ലം മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടിയത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് പരിയാരത്ത് ആകെയുള്ള 100 സീറ്റുകളിൽ 85% സീറ്റുകൾ 85 സീറ്റുകൾ കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തിയപ്പോൾ 710 മാർക്ക് 710 റാങ്ക് കേരള മെഡിക്കൽ റാങ്ക് 645 മാർക്ക്, രണ്ടാമത്തെ റൗണ്ടിൽ 828 റാങ്ക്, മൂന്നാമത്തെ റൗണ്ടിൽ 862 റാങ്ക്, അതായത് 640 മാർക്കിന് തന്നെയാണ്
കണ്ണൂർ മെഡിക്കൽ കോളേജിലും MBBS പ്രവേശനം സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനിച്ചത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളം 714 കേരള മെഡിക്കൽ റാങ്ക്, 829 രണ്ടാമത്തെ റൗണ്ടിൽ, 864 മൂന്നാമത്തെ റൗണ്ടിൽ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി കേരള മെഡിക്കൽ റാങ്ക് 715, സെക്കൻഡ് റൗണ്ട് 833, തേർഡ് റൗണ്ടും 833. അതായത് 640 മാർക്കിന് മുകളിൽ ലഭിച്ചവർക്കാണ് കേരളത്തിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം 3 റൗണ്ടുകളിലെങ്കിലും ഒരു MBBS സീറ്റ് കിട്ടിയതെന്നുള്ളത് വ്യക്തമാകുന്നു. 4ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കാൻ അർഹതയുണ്ടായിരുന്നത് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ്. 3ാമത്തെ റൗണ്ട് വരെ ഓൾ ഇന്ത്യ തലത്തിലോ കേരള തലത്തിലോ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ MBBSനോ BDSനോ പ്രവേശനം ലഭിച്ചവരെ ഒഴിവാക്കി 4ാമത്തെ റൗണ്ടിൽ നടത്തിയപ്പോൾ മാത്രമാണ് 610 മാർക്ക് വരെയുള്ളവർക്ക് കേരളത്തിൽ സ്റ്റേറ്റ് മെറിറ്റിൽ MBBSന് പ്രവേശനം ലഭിച്ചത്. മറ്റ് 3 കോളേജുകളിൽ ആദ്യ റൗണ്ടുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ പ്രവേശനം ലഭിച്ചില്ല എന്നുള്ളത് അവിടെ ആ മെറിറ്റിൽ സീറ്റ് ഇല്ല എന്നുള്ളതല്ല, ഓപ്ഷൻ കൊടുത്തതിൻ്റെ പ്രത്യേകതകൾ മൂലം സ്റ്റേറ്റ് മെറിറ്റിൽ അവിടെ അലോട്ട്മെൻറ്റ് നടത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാം ഇതുവരെ ചർച്ച ചെയ്തത് നീറ്റ് 2023 കേരളത്തിലെ 12 കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ 4 റൗണ്ടുകളിലും ലഭിച്ച കേരള മെഡിക്കൽ റാങ്കും അതിന് നീറ്റിന് ലഭിച്ച മാർക്കുമാണ് നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞത്. ഇനി നിങ്ങളോട് നീറ്റ് 2024 കേരളത്തിലെ 1755ഓളം ഗവൺമെൻറ് MBBS സീറ്റുകളിൽ ഒന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിലോട്ടുള്ള കൃത്യമായ ദൂരം നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കും. ഇനിയുള്ള സമയം കൊണ്ട് ആ ദൂരം വിജയകരമായി പൂർത്തീകരിക്കാൻ നിങ്ങളുടെ കഠിന പ്രയത്നവും ദൃഢനിശ്ചയവും ഏകാഗ്രതയും അനിവാര്യമാണ്. 2024 മെയ് 5 സമയം ഉച്ചകഴിഞ്ഞ് 2 മണി. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി 200 ചോദ്യങ്ങളിൽ നിന്ന് 180 ശരി ഉത്തരങ്ങൾ നിർബന്ധമായും നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെ, ഘടികാര സൂചി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.